വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു. പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിചരണവും കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ് അഥവാ ജെറിയാട്രിക് മെഡിസിൻ. വാർദ്ധക്യത്തോടൊപ്പം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക വൈകാരിക തകർച്ച, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രോഗം തടയുന്നതിലും ആരോഗ്യ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നതിലും തുടങ്ങി ഒന്നിലധികം കാര്യങ്ങൾ വയോജന പരിചരണത്തിൽ ഉൾപ്പെടുന്നു. ഫലപ്രദമായ വയോജന പരിചരണം ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, ജീവിത നിലവാരം ഉയർത്തുന്നതിനും മാനസികവും സാമൂഹികവുമായ പിന്തുണയ്ക്കും പ്രാധാന്യം നൽകുന്നു. പ്രായമായവരുടെ ആരോഗ്യത്തിലെ ചില വ്യതിയാനങ്ങൾ ജനിതകമാണെങ്കിലും മിക്കതും ആളുകളുടെ ശാരീരികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ, ജീവിതശൈലി, സാഹചര്യങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ജനസംഖ്യ അതിവേഗം വാർദ്ധക്യം പ്രാപിക്കുന്ന ഈ അവസരത്തിൽ പ്രായമായ വ്യക്തികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്നതിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യയിലെ വൃദ്ധരുടെ എണ്ണത്തിലും അനുപാതത്തിലും വളർച്ച അനുഭവപ്പെടുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ 6 പേരിൽ ഒരാൾക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ദീർഘായുസ് പ്രായമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല, സമൂഹത്തിന് മൊത്തത്തിൽ സന്തോഷം നൽകുന്നു. എന്നാൽ ഈ സന്തോഷത്തിൻ്റെ വ്യാപ്തി ആരോഗ്യമെന്ന ഒരു ഘടകത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. നിരവധി സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വാർദ്ധക്യത്തിൻ്റെ നാളുകൾ കടന്നുപോവുക. ഈ അധിക വർഷങ്ങളിൽ ശാരീരികവും മാനസികവുമായ ശേഷി കുറയുകയാണെങ്കിൽ പ്രായമായവർക്കും സമൂഹത്തിനും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. വാർദ്ധക്യകാലത്ത് വിവിധ അവയവ വ്യവസ്ഥകളുടെ തകർച്ച പ്രകടമാകുന്നു. കേൾവിക്കുറവ്, തിമിരം, പുറം കഴുത്തുവേദന, ടൈപ്പ് 2 പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, അൽസൈമേഴ്സ് രോഗം, സ്ട്രോക്ക്, ത്വക്ക് രോഗങ്ങൾ, ദഹനനാളത്തിൻ്റെ ചലനശേഷി കുറയുന്ന കാരണത്താൽ വിശപ്പില്ലായ്മ, ഗ്യാസ്ട്രൈറ്റിസ്, വയറിളക്കം, മലബന്ധം, മോണരോഗങ്ങൾ, ഡീജനറേറ്റീവ് സന്ധി രോഗങ്ങളായ ആർത്രൈറ്റിസ്, ഓർമ്മക്കുറവും ഡിമെൻഷ്യയും, ഉറക്കക്കുറവ്, മറ്റു അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വിഷാദം, ഏകാന്തത, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ, തൈറോയ്ഡ് തകരാറുകൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം, വൃക്ക സംബന്ധമായ തകരാറുകൾ, മൂത്രശങ്ക, മൂത്രാശയ അണുബാധ, രാത്രി സമയം അമിതമായ അളവിൽ മൂത്രം പോവുക, മൂത്ര തടസ്സം, കൂടാതെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം വർദ്ധിക്കുക എന്നത്. ഇതിനെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ BPH എന്ന് പറയുന്നു. 40 വയസ്സാകുമ്പോഴേക്കും 10% പുരുഷന്മാരിൽ BPHൻ്റെ ലക്ഷണങ്ങൾ കാണുകയും 60 വയസ്സാകുമ്പോഴേക്കും ഈ ശതമാനം 5 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. 80 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് BPH ഉണ്ടാകാനുള്ള സാധ്യത 90% കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച വർദ്ധിച്ച് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത അവസ്ഥയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. വലുതാകുന്ന പ്രോസ്റ്റേറ്റ് മൂത്രസഞ്ചിയിൽ അപൂർണമായോ പൂർണ്ണമായോ തടസ്സം സൃഷ്ടിക്കുകയും പുരുഷന്മാർക്ക് ശരിയായി മൂത്രമൊഴിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി, മൂത്രത്തിൻ്റെ ഒഴുക്ക് കുറയുക, മൂത്രമൊഴിക്കാൻ മടി, മൂത്രസഞ്ചി അപൂർണമായി ശൂന്യമാക്കൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധശേഷി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ പ്രായമായവരിൽ എല്ലാത്തരം അണുബാധകൾക്കും മാരകമായ മുഴകൾക്കും സാധ്യത കൂടുതലാണ്. പ്രായമേറുന്നതിനനുസരിച്ച് ഒരേ സമയം നിരവധി രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പുരുഷന്മാരിൽ ഏകദേശം 55 വയസ്സാകുമ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ കുറവ് പേശികളുടെ ശക്തി കുറയുന്നതിനും ബീജങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതിനും ലൈംഗിക അഭിലാഷം കുറയുന്നതിനും കാരണമാകുന്നു. സ്ത്രീകളിൽ ഏകദേശം 40 വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം മൂലം ശരീരഭാഗങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ, അമിതമായ വിയർപ്പ്, തലവേദന, മുടികൊഴിച്ചിൽ, ശരീരഭാരം കൂടുതൽ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. സാധാരണയായി 65 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദുർബലരായ രോഗികൾക്ക് പോലും സുരക്ഷിതമായതും സൗമ്യവും വിഷരഹിതവുമായ പരിഹാരങ്ങൾ ഉപയോഗിച്ച് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ സമഗ്രമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഹോമിയോപ്പതിയുടെ ലക്ഷ്യം. ഓരോ രോഗിയുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കേസ് ടേക്കിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുക. ഈ മരുന്നുകൾ രോഗശമനവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യക്തിഗത ചികിത്സയ്ക്കായി എല്ലായ്പ്പോഴും ഒരു യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കുക. ഹോമിയോപ്പതി വ്യക്തിഗത ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന തിരിച്ചറിവ് ഇവിടെ പ്രധാനം. വയോജന ചികിത്സയിൽ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു സാമ്യമായ സമീപനമാണ് സ്വീകരിക്കുക. ഹോമിയോപ്പതിയുടെ സമഗ്ര തത്വചിന്ത രോഗിയുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ വശങ്ങൾ പരിഗണിക്കുന്നു. പ്രായമായ രോഗികളിൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിരവധി ക്ലിനിക്കൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും സൂചിപ്പിക്കുന്നു.
രോഗത്തെ അറിഞ്ഞ് ചികിത്സ നൽകുന്നതിനൊപ്പം രോഗിയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സുരക്ഷിതവും വിഷരഹിത മരുന്നുകളിലൂടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ വയോജന ചികിത്സാ രംഗത്ത് ഹോമിയോപ്പതി വാഗ്ദാനം ചെയ്യുന്നു. ആവശ്യമില്ലാത്ത മറ്റു മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം അലോപ്പതി ആയുർവേദ ചികിത്സാ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹോമിയോ മരുന്ന് നൽകുന്നത് രോഗപ്പേരിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു രോഗിയിൽ കാണുന്ന ലക്ഷണ ചിത്രത്തിൻ്റെ പൂർണ്ണ രൂപത്തിന് സമാനമായ ഔഷധ ചിത്രത്തെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന ഡോക്ടറുടെ വിജയമാണ് ഹോമിയോപ്പതിയെ ഒരു ജനകീയ ചികിത്സാ സമ്പ്രദായമാക്കി തീർക്കുന്നത്. ഒരേ പേരിലുള്ള രോഗം തന്നെ പലർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അവരിലെല്ലാം തന്നെ വ്യത്യസ്ത രോഗലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുക. അതിനാൽ ഒരു രോഗത്തിന് ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേ രോഗമുള്ള മറ്റൊരാൾക്ക് ഉപയോഗിക്കാവുന്നതല്ല. അസുഖമുള്ള വ്യക്തിയുടെ അതാത് സമയത്തെ പ്രത്യേകതകൾ അനുസരിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. അതേ അസുഖമുള്ള മറ്റൊരു വ്യക്തിക്കോ ആ വ്യക്തിക്ക് തന്നെ പിന്നീട് ഇതേ അസുഖം വന്നാലോ പ്രസ്തുത മരുന്ന് ഗുണം ചെയ്യണമെന്നില്ല. കഴിയുന്നതും രോഗി നേരിട്ട് ഡോക്ടറെ സമീപിച്ച് ഔഷധ നിർണ്ണയം നടത്തണം. രോഗി കുട്ടിയോ സ്വന്തമായി ആശയവിനിമയം നടത്താൻ പ്രാപ്തിയില്ലാത്ത ആളോ ആണെങ്കിൽ രോഗിയുമായി ഏറ്റവും അധികം ഇടപഴകുന്ന വ്യക്തി രോഗിയോടൊപ്പം ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പൂർവ്വകാല ശരിയായ വിവരം നൽകാൻ കഴിയുന്ന ആൾ തന്നെയാവണം രോഗിയുടെ കൂടെ വരാൻ. രോഗവിവരം അറിയിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ അസുഖത്തെക്കുറിച്ചും മുൻപുണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതയെക്കുറിച്ച് സത്യസന്ധമായി വിവരിക്കേണ്ടതാണ്. തനിക്ക് അപ്രധാനമാണെന്ന് തോന്നുന്നതാണെങ്കിൽ കൂടി നിരന്തരം അനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങളെ അങ്ങനെ തന്നെ യാതൊരുവിധ ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഡോക്ടറെ ധരിപ്പിക്കണം. നാണക്കേടോ സാരമില്ലെന്ന് സ്വയം കരുതിയോ ഒന്നും പറയാതിരിക്കരുത്. ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ സവിശേഷതകളെയും വൈകല്യങ്ങളെയും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിർണ്ണയിക്കുക. ആയതിനാൽ ലക്ഷണങ്ങൾ ഭാഗികമായി മാത്രം വെളിപ്പെടുത്തുന്നത് അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായേക്കാം. ഹോമിയോ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. എന്നാൽ പഴകിയ രോഗം ഭേദമാകുന്നതിന് മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഒതുങ്ങിക്കിടന്നിരുന്ന ചില രോഗലക്ഷണങ്ങൾ രോഗിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് രോഗം കൂടുതലോ മരുന്നിന്റെ പാർശ്വഫലമോ ആയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ രോഗിക്കുണ്ടാകുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളും രോഗത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ എന്നിവ വ്യക്തമായി ചികിത്സിക്കുന്ന ഡോക്ടറെ അറിയിക്കണം. രോഗം വർദ്ധിക്കാൻ ഇടവരുത്തുന്ന ഭക്ഷണപാനീയങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ അത് രോഗി പൂർണ്ണമായി അനുസരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, മറ്റ് കൃത്രിമ സംസ്കരണ പദാർത്ഥങ്ങളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. പഴകിയ രോഗം ഭേദമാകുന്നതിന് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്ന് കഴിക്കാവൂ. കാരണം രോഗി കൊടുത്തിരിക്കുന്ന മരുന്നിൻ്റെ ശരിയായ വിവരങ്ങൾ, പൊട്ടൻസി മുതലായവ ഡോക്ടർക്ക് മാത്രമേ അറിയൂ. രോഗി ഇത് മനസ്സിലാക്കാതെ സ്വന്തമായി ഹോമിയോ മരുന്ന് കഴിച്ചാലും മരുന്നിൻ്റെ ആവർത്തനത്തിലുള്ള വ്യത്യാസം മുതലായവ കൊണ്ടും ആഗ്രഹിച്ച് രോഗശാന്തി ലഭിക്കില്ല എന്നറിയുക. രോഗത്തിന് ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല, ആ മരുന്നിൻ്റെ ആവർത്തനം, അത് കഴിക്കേണ്ട സമയം, ആ മരുന്നിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും മറ്റ് മരുന്നുകളുടെ ക്രമം, ആഹാര രീതികൾ ഇവയൊക്കെ വ്യക്തമായി ഹോമിയോ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കും. ഇവയൊക്കെ വ്യക്തമായി രോഗിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞു തന്ന വിവരങ്ങൾ രോഗി ശരിയായി പാലിക്കുകയും വേണം. മരുന്ന് കഴിക്കേണ്ട ദിവസവും സമയവും തെറ്റാതിരിക്കുക. മറ്റു മരുന്നുകൾ കൂട്ടത്തിൽ കഴിക്കാതിരിക്കുക. പ്രതിവിധികൾ ക്രമീകരിക്കുന്നതിന് പതിവ് ഫോളോ അപ്പുകൾ അത്യാവശ്യമാണ്. വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ക്ഷീണം മോശം ഭക്ഷണക്രമത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതും തിരിച്ചറിയുക. പ്രായമായ രോഗികൾ അമിതമായ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചൂടും ഈർപ്പവും നൽകുന്ന കട്ടി കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. പതിവായി കുളിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, നന്നായി വിശ്രമിക്കുക, തീവ്രത കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുക എന്നിവയും അഭികാമ്യം. ജീവിതശൈലി ക്രമീകരിക്കുക, നല്ല ചിന്തകൾ, സാമൂഹിക ഇടപെടൽ, മാനസിക ഉത്തേജനം നൽകുന്ന കൂട്ടുകെട്ടുകൾ ഇവയൊക്കെ ഗുണം ചെയ്യും. ഹോമിയോ ഡോക്ടർ നിങ്ങളെ ഒരു പൂർണ്ണ വ്യക്തിയായി കാണുന്നു. നിങ്ങളുടെ ശാരീരിക, വൈകാരിക, വൈജ്ഞാനിക, സാമൂഹിക ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അവർ വിലയിരുത്തുന്നു. ചികിത്സകളും ശുപാർശകളും നൽകാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. വാർദ്ധക്യത്തിൽ മരുന്നുകൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏത് വിഭാഗത്തിലുള്ള മരുന്നാണെങ്കിലും ശ്രദ്ധ വേണം. കഴിയുന്നതും സ്വയം ചികിത്സ നിശ്ചയിക്കാതിരിക്കുക. വയോധികർ അനാവശ്യമായി ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. മരുന്നുകളിലും ഡോക്ടറിലും വിശ്വാസം വേണം. വയോധികർക്ക് മരുന്നുകൾ നൽകുമ്പോൾ ഏത് അസുഖത്തിന് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ എപ്പോൾ കഴിക്കണം എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അവരുടെ കുറേ സംശയങ്ങൾ മാറും. മരുന്നുകൾ കഴിക്കാതിരുന്നാൽ ശരീരത്തിനുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലർ മരുന്നുകൾ ഉപയോഗിക്കില്ല. അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ തയ്യാറാകില്ല. ഇത്തരം അവസ്ഥകളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും. ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര